എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ ആകാശത്ത് ഒരു നക്ഷത്രം നിങ്ങൾക്കായി തെളിഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കടന്നുപോയ ആയിരക്കണക്കിന് വർഷങ്ങളായി ആ നക്ഷത്രം നിശബ്ദമായി നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ന് ആ നക്ഷത്രം നിങ്ങൾക്ക് ഒരു സന്ദേശം പറയുന്നു, മറ്റുള്ളവർ കാണാതെ പോകുന്ന ഒരു സത്യം. നിങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണിത്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് തികച്ചും യാദൃച്ഛികമല്ല. ഇത് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങളുടെ നക്ഷത്രം, നിങ്ങളുടെ വരവ് കാത്തിരുന്ന ആ ഒരു നക്ഷത്രം നിങ്ങളോട് എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധയോടെ ക്ഷമയോടെ കേൾക്കുക. ഈ വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലേ അതിൻ്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആദ്യമായി ഞാൻ പറയുന്നത് നക്ഷത്ര ബന്ധമാണ്. നമ്മൾ ജനിക്കുന്ന നിമിഷം മാത്രമല്ല നമ്മൾ ഭൂമിയിൽ വന്നത്. ആ നിമിഷം യൂണിവേഴ്സിൽ ഒരു അലൈൻമെൻ്റ് ഉണ്ടാവുന്നു. ഒരു നക്ഷത്രം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. അതിനെ നമ്മൾ ഐ സ്റ്റാർ എന്നാണ് വിളിക്കുന്നത്. ഐ എന്ന് പറയുന്നത് ഐ ഫോർ ഐഡൻറ്റിറ്റി, നിങ്ങൾ ആരാണ്. ഐ ഫോർ ഇൻറ്റൻഷൻ, നിങ്ങൾ എന്തിനു വന്നതാണ്. ഐ ഫോർ ഇന്നർ കോളിംഗ്, നിങ്ങൾ കേൾക്കുന്ന ആന്തരിക ശബ്ദം. ഐ ഫോർ ഇൻഫിനിറ്റി പാത്ത്, നിങ്ങളെ കാത്തിരിക്കുന്ന വഴി. ഈ 4 ഐ ചേർന്നതാണ് നമ്മളുടെ ജീവിതം, ഡെസ്റ്റിനി, വളർച്ച, കോൾ, പർപ്പസ്. എല്ലാം ഡീകോഡ് ചെയ്യുന്നത് ഇതനുസരിച്ചിട്ടാണ്. ഇനി നമ്മളുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു ശരീരമല്ല, നമ്മൾ ഒരു പേരല്ല, നമ്മൾ ഒരു ഫാമിലി ടാഗ് അല്ല. യൂണിവേഴ്സ് പറയുന്നു, നമ്മളുടെ ജനനത്തിന് മുൻപേ നമ്മൾ ഒരു എനർജി ആയിരുന്നു, ഒരു ലൈറ്റ് ആയിരുന്നു. ആ ലൈറ്റാണ് ഇന്ന് നമ്മളുടെ ഐഡൻറ്റിറ്റി. എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്ക് എന്തോ വ്യത്യസ്തമുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് നിങ്ങൾക്കുള്ള റിയൽ ഐഡൻറ്റിറ്റിയുടെ വൈബ്രേഷനാണ്. ജനിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഓരോ മനുഷ്യനും റാൻഡമായി ജനിക്കുന്നില്ല. യൂണിവേഴ്സ് ഒരാളെ അയക്കുന്നത് കൊണ്ട് അയാൾ അനുവദിച്ച ഒരു പ്രവർത്തനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ വന്നത് എന്തോ ഒരു കാരണത്തിനാണ്. നിങ്ങൾ കാണുന്നില്ല എങ്കിലും യൂണിവേഴ്സ് അത് കാണുന്നു. ഓരോരുത്തർക്കും ഇല്ലാത്ത ഒരു ഗിഫ്റ്റ്, ഒരു റോള്, ഒരു ലെസൺ, ഒരു മിഷൻ. നിങ്ങളിത് കാണുന്ന നിമിഷം പോലും യൂണിവേഴ്സ് പറയുന്നുണ്ട്, നൗ യുവർ പർപ്പസ് ഈസ് ആക്ടിവേറ്റിംഗ്. നമ്മളെല്ലാം ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ജനിച്ചവരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി നമ്മൾ ആന്തരിക ശബ്ദം നമ്മൾ കേൾക്കാം. നമ്മളൊക്കെ കേൾക്കുന്നുണ്ട്, നമ്മുടെ മൈൻഡിൽ ഓരോന്നും നമുക്ക് മനസ്സിൽ തോന്നിക്കുന്നത് അല്ലേ. ഇത് ചെയ്യണം, ഇവിടെ പോകരുത്, ഇത് നിനക്കല്ല, ഇത് ചെയ്യുമ്പോൾ ഹൃദയം സന്തോഷിക്കുന്നു. ഇങ്ങനെ ഓരോ സൗണ്ടുകൾ, ആന്തരിക ശബ്ദം നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇല്ലേ. ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ കഴിയും. ഇത് സാധാരണ ചിന്തകളല്ല, ഇത് നമ്മൾ ജനിച്ച നക്ഷത്രം അയക്കുന്ന സിഗ്നലാണ്. യൂണിവേഴ്സ് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കില്ല, പക്ഷേ ക്ലൂസ് കൊടുക്കും. സിങ്ക്രോണിറ്റീസ് വരും. 111, 222, 444, 333 പോലുള്ള സൈനുകൾ വരും. ഡ്രീംസ്, സ്വപ്നങ്ങൾ കാണും. ദൂരെയൊന്നുമില്ല, ആൻസേഴ്സ് എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കണ്ണടച്ചിരുന്നിട്ട് അതിനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു 10 സെക്കൻഡ് നിങ്ങളൊന്ന് ഐ ക്ലോസ് ചെയ്യുക, കണ്ണുകൾ അടയ്ക്കുക, ബ്രീത്ത് സ്ലോ ആക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. 3 പ്രാവശ്യം അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു ഇമാജിൻ ചെയ്യുക, ഒരു സ്കൈ, ബ്ലൂ സ്കൈ, ബ്ലൂ നൈറ്റ് സ്കൈ, അതായത് നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറിലുള്ള ഒരു സ്കൈ നമ്മൾ മനസ്സിൽ കാണുക. ഒരു നക്ഷത്രം തിളങ്ങി നിൽക്കുന്നു, അത് നമ്മളെ മാത്രം നോക്കുന്നു. നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നില്ലേ? അതായത് ആകാശത്തിൽ ഒരു നക്ഷത്രം, നമ്മൾ രാത്രിയിലാണ് നോക്കേണ്ടത്. രാത്രിയിലുള്ള ആ ഒരു നക്ഷത്രം നമ്മളെ നോക്കുന്നു. നമുക്ക് ശരിക്കും അത് തിളങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നു. അത് പറയുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക.
നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾ പോകേണ്ട വഴി, ഇൻഫിനിറ്റി പാത്ത് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ഇനിയും തെറ്റിയിട്ടില്ല, നിങ്ങൾക്ക് ഇനിയും വൈകിയിട്ടില്ല, നിങ്ങൾ റോങ് പാത്തിലുമല്ല. യൂണിവേഴ്സിൻ്റെ സമയത്തിൽ ഒന്നും ലേറ്റ് അല്ല. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, സ്റ്റോപ്പ് ഡൗട്ടിങ് യുവർ സെൽഫ്. അതായത് ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ നടക്കുമോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഒഴിവാക്കുക. സംശയങ്ങൾ ഒഴിവാക്കി നമ്മൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. യൂണിവേഴ്സ് പറയുന്നു, നിന്റെ വഴി ഞാനാണ് തെളിയിക്കുന്നത്, നിങ്ങൾ നടക്കുക, ഞാൻ ബാക്കി നോക്കിക്കോളാം എന്ന് യൂണിവേഴ്സ് നമ്മളോട് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നില്ല എന്ന് മാത്രം. നമ്മൾ വിശ്വസിക്കുക, നമ്മൾ ആ വഴിയിൽ നടക്കുക, നമ്മൾ ശരിക്കും യൂണിവേഴ്സിൻ്റെ മുന്നിൽ കീഴടങ്ങുക. വഴി കാണുന്നില്ലെങ്കിൽ സ്റ്റെപ്പ് 1 എടുക്കുക. ഡിവൈൻ ലൈറ്റ് അടുത്ത സ്റ്റെപ്പിൽ കാണിച്ചിരിക്കും. നമ്മൾ ആദ്യം ഒരു വഴി കാണില്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു സ്റ്റെപ്പ് എടുക്കുക. ബാക്കി വഴി നമ്മുടെ ഡിവൈൻ ലൈറ്റ്, നമ്മുടെ ഡിവൈൻ എനർജി ഉറപ്പായിട്ട് നമുക്ക് കാണിച്ച് തന്നിരിക്കും അടുത്ത സ്റ്റെപ്പ്. ഇനി അടുത്തത് ഒരു മെസ്സേജാണ്. നമ്മുടെ സ്റ്റാർ, നമ്മുടെ നക്ഷത്രം, നമ്മുടെ കൂടെയുള്ള ആ ഒരു നക്ഷത്രം നമുക്ക് തരുന്ന ഒരു മെസ്സേജ് കേൾക്കുക. മെസ്സേജ് 1 ആണ്. നിങ്ങൾ ഓർഡിനറി അല്ല, നിങ്ങൾ സാധാരണ ഒരാളല്ല. നിങ്ങളുടെ ചോയ്സസ് റാൻഡം അല്ല, നിങ്ങളുടെ മനസ്സ് റാൻഡം അല്ല, നിങ്ങളുടെ വേദന റാൻഡം അല്ല, നിങ്ങളുടെ ഗ്രോത്തും റാൻഡം അല്ല. അതുപോലെ അടുത്ത മെസ്സേജാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളുടെ യാത്ര ഡിവൈൻ ടൈമിങ്ങിലാണ്. അതുകൊണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് നടന്നെന്ന് വരില്ല. സമയം എത്തിയാലേ യൂണിവേഴ്സ് അത് അൺലോക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. എന്ത് വൈകി വന്നാലും നമ്മൾ വൈകിപ്പിക്കലിനും പുറകിലൊരു കാരണമുണ്ടെന്ന് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ക്ഷമയോടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സിന് വേണ്ടി കാത്തിരിക്കുക. മെസ്സേജ് 3 ആണ്. നിങ്ങളുടെ ജീവിതം മാറ്റാൻ ബോൾഡ് സ്റ്റെപ്പ് മതിയാകും. ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുക. അതായത് ഫിയർ മാറ്റുക. ഫിയർ എന്ന് പറയുന്നത് ബ്ലോക്കാണ്. ആ ബ്ലോക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് റിമൂവ് ചെയ്യുക. കറേജ്, ധൈര്യം കൊണ്ടുവരിക. നമ്മുടെ മനസ്സിൽ ധൈര്യം കൊണ്ടുവരിക. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൻ്റെ വഴി ഓപ്പൺ ആകും, അൺലോക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു 4ാമത്തെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കണ്ടത് ആക്സിഡൻ്റ് അല്ല, ദിസ് ഈസ് യുവർ സൈൻ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ്. യുവർ സ്റ്റാർ ഈസ് കോളിംഗ് യു ബാക്ക്. നിങ്ങളുടെ സ്റ്റാർ നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങളുടെ മാറ്റത്തിൻ്റെ സമയമായി. നിങ്ങൾ എൻ്റെ വഴിയെ നടക്കൂ, കണ്ണു തുറക്കൂ, ജീവിതം മുന്നോട്ട് പോകൂ എന്നൊക്കെ പറയുന്ന ഒരു മെസ്സേജാണ് ഈ വീഡിയോ നിങ്ങൾക്ക് തരുന്നത്. ഇനി നമുക്ക് അലൈൻമെൻറ്റ് പ്രാക്ടീസ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സിമ്പിൾ റിച്വലായിട്ട് ചെയ്യാം. യൂണിവേഴ്സുമായിട്ട് ഒരു അലൈൻമെൻറ്റ് സ്ഥാപിക്കാൻ, നക്ഷത്രങ്ങളുമായിട്ട് ഒരു അലൈൻമെൻറ്റ് സ്ഥാപിക്കാനായിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് നിങ്ങൾ കണ്ണടച്ചിരിക്കുക. നമ്മളുടെ നക്ഷത്രത്തോട് നമുക്ക് കണക്ട് ചെയ്യാനുള്ളൊരു പ്രാക്ടീസാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ലൈറ്റ് നമ്മുടെ ഉള്ളിൽ നിറയുന്നതായിട്ടും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ എല്ലാ ഭയങ്ങളും പുറത്തേക്ക് പോയി താഴേക്ക് പതിക്കുന്നതായിട്ട് കാണുക. എന്നിട്ട് ഇങ്ങനെ പറയുക, ഐ ആം ഗൈഡഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ്, ഐ ആം സെൻറ്റ് ഫ്രം ദ സ്റ്റാർസ്. I am guided, I am protected, I am sent from the stars. I am guided, I am protected, I am sent from the stars. എന്നിട്ട് നമ്മുടെ ആ ഒരു ചെസ്റ്റിൽ നമ്മുടെ വലത്തെ കൈ വെച്ചിട്ട് നമ്മുടെ ആ ഒരു നെഞ്ചിൽ ഒരു നല്ലൊരു ഫീലിംഗ്, നല്ല ഒരു കുളിർമയുള്ള ഫീലിംഗ് അനുഭവപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുക. ശരിക്കും അനുഭവിക്കുക. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയുക, ഞാൻ യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു. യൂണിവേഴ്സിൻ്റെ ട്രസ്റ്റ് ഫീൽ ചെയ്യുക. യൂണിവേഴ്സ് നമ്മളുടെ കൂടെയുണ്ട്. ഏതൊരു
ഘട്ടത്തിലും യൂണിവേഴ്സ് നമ്മളുടെ കൂടെയുണ്ട്, ഒരു വഴികാട്ടിയായി. യൂണിവേഴ്സ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നു എന്ന് പൂർണ്ണമായും നിങ്ങൾ വിശ്വസിക്കുക. യൂണിവേഴ്സിൻ്റെ മുന്നിൽ കീഴടങ്ങുക. ഈ 2 മിനിറ്റ് പ്രാക്ടീസ് ഇങ്ങനെ നിങ്ങൾ എന്നും ചെയ്താൽ നമ്മുടെ വൈബ്രേഷൻ 10x ആണ് ഉയർത്തുന്നത്. 10 മടങ്ങ് നമ്മുടെ വൈബ്രേഷൻ ഉയർത്തിയിരിക്കും. ഇനി അടുത്തത്, നിങ്ങളുടെ ആ ഒരു സ്റ്റാർ, നിങ്ങളുടെ ആ ഒരു നക്ഷത്രം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത്, നിർത്തരുത്, നിങ്ങളുടെ സമയം ഇന്ന് ഒഫീഷ്യലി ആരംഭിച്ചു. ഇത് നിങ്ങൾ കേൾക്കാൻ യൂണിവേഴ്സ് തന്നെ ക്രമീകരിച്ച ഒരു നിമിഷമാണ്. നിങ്ങൾ മുന്നോട്ട് ധൈര്യത്തോടെ നടക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് വഴിതെളിക്കും. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സും നമ്മുടെ നക്ഷത്രത്തിൻ്റെ ബ്ലെസ്സിങ്സും ഉറപ്പായിട്ടും ലഭിക്കും. വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നമ്മുടെ കൂടെ വഴികാട്ടിയായി നമ്മുടെ യൂണിവേഴ്സ് നമ്മളുടെ കൂടെയുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല. എല്ലാവർക്കും ജീവിതത്തിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സിലൂടെ ആയസ്, ആരോഗ്യം, സന്തോഷം, സമ്പത്ത്, ജീവിത വിജയം, മനസ്സമാധാനം എല്ലാം യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.